ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് 3 സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇഫ്താർ വ്ളോഗാണ്. നമ്മൾ നോമ്പിൻ്റെ ലാസ്റ്റ് ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ടുള്ളതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ. പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയ വിശേഷം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മൊത്തത്തിൽ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ നമ്മുടെ റെസിപ്പി വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ കടല ഒന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുവാണ്. കടല നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിന് ശേഷം ഞാനിപ്പോൾ അത്യാവശ്യം വെള്ളത്തിൽ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് ഒരു 3-4 വിസിൽ അല്ലെങ്കിൽ കടല വേവുന്നത് വരെ നമ്മളൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കടല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ മറന്നു പോകണ്ട. നമ്മൾ സാധാരണ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ കടല ചെയ്യുന്നത് അതേപോലെ ചെയ്തെടുക്കുക. ഇതിൽ മസാല ഒന്നും ചേർക്കണ്ട. ജസ്റ്റ് നമുക്കൊരു 4 വിസിലോ അല്ലെങ്കിൽ 3 വിസിലോ വരുന്നവരെ, കടല വേവുന്നത് വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫസ്റ്റ് റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡ്രിങ്കാണ്, ഒരു പാൽ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് നമ്മൾ സാബൂനരി അല്ലെങ്കിൽ സാബുദന അല്ലെങ്കിൽ സാഗോ സീഡ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ കുറച്ച് വെള്ളം ആദ്യം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം, സാഗോ സീഡ്. അപ്പോൾ ഇത് കുറച്ച് വലിയതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതല്ല. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ ആദ്യം ഇത് നേരെ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കരുത്. വെള്ളം ഒന്ന് ചൂടായ ശേഷം വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ കുറച്ച് മാത്രമേ ഈ ഒരു ഡ്രിങ്കിലേക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സാഗോ സീഡ് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലില്ല എന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം, കുഴപ്പമില്ല. ഇത് വേണ്ടാന്ന് വെക്കണം ഈ ഒരു സാഗോ സീഡ്. പക്ഷേ ഇത് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പായസത്തിലോട്ടൊക്കെ എങ്ങനെയാണോ ഈ സാഗോ സീഡ് വേവിച്ചെടുക്കുന്നത്, സാബുദന വേവിച്ചെടുക്കുന്നത്, അതേപോലെ തന്നെ ഇവിടെയും വേവിച്ചെടുക്കുക. പിന്നെ ഇത് ചിയ സീഡാണ്. ചിയ സീഡിന് പകരം നിങ്ങൾക്ക് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡൊക്കെ എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ചിയ സീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും നിർബന്ധമില്ല. ഈ 2 സംഭവങ്ങളും ഡെക്കറേഷൻ അല്ലെങ്കിൽ കാണാനുള്ളൊരു ഭംഗി അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതും. അപ്പോൾ ഈ നമ്മൾ സാബുദന വേവാൻ കുറച്ച് സമയം എടുക്കും. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വെള്ള കളർ മാറിയിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് കളർ ആവുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ചിലരൊക്കെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ വല്ലാണ്ട് വെന്ത് ഇങ്ങനെ എന്താ പറയുക, കട്ട കുത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. പിന്നെ ചിലർ പറയാറുണ്ട് സാബുദന നമ്മൾ ഇതിങ്ങനെ വേവിക്കുന്നതിന് മുമ്പ് കഴുകിയെടുക്കണമെന്ന്. ഞാൻ കഴുകുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകാറില്ല, നേരെ പാക്കറ്റിൽ നിന്ന് ഇങ്ങനെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാറാണ്. അപ്പം അതിൻ്റെ ഒരു ഇതെന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് താഴെ കമൻസിലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ തൊലിയൊന്നും കളയുന്നില്ല, അങ്ങനെ തന്നെ എടുക്കുവാണ്. പിന്നെ വലിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് നമ്മളൊരു ഡ്രിങ്കാണ്, പക്ഷെ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സൊക്കെ ഒന്ന് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയ പീസ്, നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്കോട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ പീസാക്കണ്ട. ഞാൻ വലിയ പീസാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കാം, എന്നാൽ വലിയ വലുപ്പത്തിൽ കട്ട് ചെയ്യും വേണ്ട കേട്ടോ. പിന്നെ മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ അതും ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ ഭംഗി ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ചെറുതാണോ വലുതാണോ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ സ്ട്രോബെറി ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാട്ടോ അതൊക്കെ. അപ്പോൾ നിങ്ങളടുത്ത് ഏത് ഫ്രൂട്ടാണോ, പഴമാണെങ്കിൽ പഴം എടുക്കാം, കിവി ഉണ്ടെങ്കിൽ അതെടുക്കാം, ഏത് ഫ്രൂട്ടാണോ അതൊക്കെ എടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സാബുദന അല്ലെങ്കിൽ സാവുനരി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ വെള്ളം ഡ്രെയിൻ ചെയ്യരുത്. ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സാധാ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ആ ഒരു അരിപ്പയിലൂടെ കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ പോയി കിട്ടും. ആ കൊഴുപ്പോട് കൂടിയിട്ട് നമ്മൾ ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ അരിപ്പയിൽ ഇട്ട് വെക്കരുത്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ. എനിക്ക് ആ ഒരു സ്റ്റെപ്പ് കാണിക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്നായിരുന്നു എല്ലാം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അരിപ്പയിൽ അത് അങ്ങനെ മാറ്റി വയ്ക്കുക.
ഇനി നമ്മളൊരു വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മധുരത്തിനായിട്ട് നമ്മളിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാത്രം മതി ഈ ഒരു ഡ്രിങ്കിലോട്ട് മെയിനായിട്ട്. വേറെ നമ്മൾ സ്പെഷ്യലായിട്ട് കളേഴ്സോ അല്ലെങ്കിൽ കസ്റ്റർഡോ ഒന്നും ചേർക്കണ്ട. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങാപ്പാലുണ്ടെങ്കിൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ്, 1.5 കപ്പ് പാലും 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർക്കുക. തേങ്ങാപ്പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കട്ടിയുള്ള തേങ്ങാപ്പാൽ കേട്ടോ. ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നന്നാവും. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലിന് പകരം കുറച്ച് 1/4 കപ്പ് സാധാ വെള്ളം കേട്ടോ ഒഴിക്കുന്നത്, ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ തേങ്ങാപ്പാൽ എടുക്കാഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാബുദന അല്ലെങ്കിൽ സാഗോ സീഡ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ സാഗോ സീഡ് ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അവർ ചേർക്കണ്ട. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ചിയാ സീഡ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. ചിയാ സീഡ് അല്ലെങ്കിൽ സബ്ജ അല്ലെങ്കിൽ കസ്കസ്, അതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. അപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കുടിക്കുന്ന രീതിയിലുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമ്മൾ ഈ പാലും കണ്ടൻസ്ഡ് മിൽക്കും ഫ്രൂട്ട്സും മാത്രം ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്ന ആ ഒരു മടുപ്പുണ്ടല്ലോ, അതുണ്ടാവില്ല. കുട്ടികൾക്കാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മധുരം കൂടി വരുമ്പം ഇങ്ങനെ കുടിക്കുമ്പം ഒരു ഫ്രൂട്ടിൻ്റെ കൂടെ കുറച്ച് ഡ്രിങ്കും കൂടി പോകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രിങ്ക് കുടിക്കേണ്ടത്. പിന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല, അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സാഗോ സീഡും കസ്കസും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഇല്ലാണ്ട് കേട്ടോ, ഇത് ഉണ്ടായിട്ട് പോലും ഞാനത് ഇല്ലാതെ വേറെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കുടിച്ചത്. എനിക്കതാണ് ഇഷ്ടമായത്. ഇത് ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡ്രിങ്ക്. അപ്പോൾ നമ്മുടെ കടല ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. 3 വിസിൽ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓഫ് ചെയ്തു. എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷം ഇതുപോലെ അരിപ്പയിലേക്ക് നമുക്ക് കടല ഒന്ന് ഊറ്റിയെടുക്കാം. ഞാൻ ആ വെള്ളം ഒന്ന് കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കടല മാത്രം മതിയല്ലോ. കടലയിൽ നമ്മൾ അത്യാവശ്യം ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടലയിൽ ഉപ്പ് നന്നായിട്ടുണ്ടാവും. ഉപ്പിട്ടിട്ട് തന്നെ വേവിക്കട്ടോ, ഉപ്പിടാൻ മറന്നു പോകണ്ട. അപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കണം. കടല വെന്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കടല വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക, ഇല്ലെങ്കിൽ ഒന്നുകൂടെ കുക്ക് ചെയ്യുക. അപ്പോൾ കടല ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നറാണ്. അപ്പം ശരിക്കും ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മളിത് സ്നാക്കിന് ഇഫ്താറിൻ്റെ സമയത്ത് റെഡിയാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പച്ചമുളകും മല്ലിയില ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓയിലിലേക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടലയിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഒരു പച്ചമുളകിൻ്റെയും അതുപോലെ മല്ലിയിലയുടെ ഒക്കെ മണം അതിലേക്ക് വരണം. എന്നിട്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ചാറ്റ് മസാല പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗാർലിക് പൗഡറോ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. ഇപ്പം തൽക്കാലം ഉപ്പ് ചേർക്കണ്ട. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചിലർക്ക് കൂടുതൽ മസാലപ്പൊടികൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലതാണ്. കടലൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പം ചിലർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ ക്യുമിൻ സീഡ് പൗഡർ, അതാണ് ചേർക്കേണ്ടത് കേട്ടോ.
അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഈ കടല നമ്മൾ കഴിക്കുന്ന സമയത്ത് കടലയുടെ ടേസ്റ്റ് ആ ഒരു ഡിഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുത്തി ഉടക്കുക. എല്ലാ കടലയും ചെയ്യേണ്ട കേട്ടോ, കുറച്ച് കടല മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗിൽ ഇംലി സോസ്, പുളിയും ഈത്തപ്പഴമൊക്കെ ചേർത്തിട്ടുള്ള ഒരു സോസ്, അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം. അത് ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കടല ഇങ്ങനെ ഉടച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ കടലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ മൊത്തം ഈ ഒരു ഡിഷിലോട്ട് വരുള്ളൂ. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പ് ഒട്ടും ചേർത്തിട്ടില്ല, കടലയിൽ മാത്രമുള്ള ഉപ്പാണ്. അപ്പോൾ നമ്മുടെ കടല മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്കിതൊന്ന് എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ചാട്ട് ഉണ്ടാക്കാൻ ആവശ്യമുള്ള കടല ഇട്ട് കൊടുക്കുക. ഞാനൊരു വൈറ്റ് പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്തൊക്കെ ഇതിലേക്ക് ചേർത്ത് എന്നുള്ളത്. ഇതിലേക്ക് നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ തക്കാളി, കക്കരി, ഇത് 3 കൂടി ആവശ്യത്തിന്, നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എല്ലാം ചേർക്കുന്നുള്ളൂ, എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഞാൻ ലാസ്റ്റ് ഡെക്കറേഷനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തൈരിൻ്റെ ഒരു ദാഹി വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ദാഹി പൂരി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ തൈര്, കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ ഇതിലേക്കും തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, അത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. തൈരിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, ഇത്രയും എടുത്തതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും മതി കേട്ടോ, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഇംലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കടല എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സവാളൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട, അതൊക്കെ കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. പിന്നെ ഇത് നമ്മുടെ സേവ്, നമ്മൾ ഇതുണ്ടല്ലോ മിക്സ്ചർ, പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നത്, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ ബാക്കിയുള്ള കക്കരി, സവോള, തക്കാളി എല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് മെയിൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് പകരം ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയുമാണ്. എന്നാൽ നമ്മൾ വയറ് നിറയാൻ നല്ലതാട്ടോ, പെട്ടെന്ന് വയറ് നിറയും ചെയ്യും. കടല ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. കടലയും ബാക്കി എല്ലാതും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതാണ് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല സിമ്പിളല്ല ഉണ്ടാക്കാൻ. ഇനി അടുത്തതായിട്ട് ഇഫ്താറിന് നമ്മളിപ്പം ഡ്രിങ്കും സ്നാക്കും ഉണ്ടാക്കി. ഇനി അടുത്തതായിട്ട് മെയിൻ ഡിഷാണ്. അപ്പോൾ ഇന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുക മസാല ദോശ ഉണ്ടാക്കണമെന്ന്. പിന്നെ വിചാരിച്ചു മസാല ദോശ മാത്രമാകുമ്പോൾ ഒരു സ്പെഷ്യൽ ഇല്ലല്ലോ, മസാല ദോശൻ്റെ കൂടെ എന്തെങ്കിലും സൈഡായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ മസാല ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ട് ഇതുപോലെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ തിക്കായിട്ടുള്ള ഒരു പീസാണ് എടുക്കുന്നത്. അത് ഞാൻ വെളിച്ചെണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് നിങ്ങൾ വെളിച്ചെണ്ണ ചേർക്കണം. ഇത് സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് സോയ സോസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തു. ഞാനതിലേക്ക് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല, കാരണം നമ്മൾ സോയ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ചിക്കനിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കന് വേവാനുള്ള വെള്ളം അതിലുണ്ട്. പിന്നെ ആ വെളിച്ചെണ്ണയുടെ മണം ഉണ്ടല്ലോ, അതിപ്പോൾ ചിക്കനിൽ നന്നായിട്ട് കോട്ടായി കിട്ടും. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഡിഷിന് കേട്ടോ. അപ്പോൾ ഇത് മസാല ദോശയുടെ കൂടെ ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവരും.
അപ്പോൾ ചിക്കൻ അവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ചിക്കൻ റെഡിയായി കഴിഞ്ഞ ശേഷം ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ദോശയുടെ പാന് ചൂടാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ ചൂടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ദോശ റെഡിയാക്കുവാണ്. ദോശ ഞാൻ പാക്കറ്റ് ദോശ കേട്ടോ, ദോശമാവ് വീട്ടിലുണ്ടാക്കിയതല്ല, പാക്കറ്റ് ദോശയാണ്. അങ്ങനെ ആകുമ്പം കുറച്ചുകൂടെ സിമ്പിളാവും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മടി അത് അരച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ദോശ റെഡിയാക്കി രണ്ടാമത്തെ ദോശ ഉണ്ടാക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അവിടെ ഏകദേശം കുക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ കുക്കായ ചിക്കനിലേക്ക് ഒരു സോസ് ഒഴിച്ചു കൊടുക്കാണ്ട്. ഇത് ടൊമാറ്റോ സോസാണ്. ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസും 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് എടുക്കുക. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ക്രഷ്ഡ് ചില്ലി, പിന്നെ പഞ്ചസാര ഒരു 1/2 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സോസ് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിളല്ലേ ഈ ഒരു ചിക്കൻ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് പൊരിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പം ചിക്കൻ സെപ്പറേറ്റ് നമ്മൾ പൊരിച്ചൊക്കെ എടുക്കും. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല, നേരെ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു, എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തു, എന്നിട്ട് ഈ ഒരു സോസ് ഒഴിച്ചു കൊടുത്തു. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ സോസ് ഒഴിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം, ആ ഒരു ഗ്രേവി പാടില്ല. അപ്പം ഞാനൊരു 3-4 ദോശ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഇതുപോലെ നന്നായിട്ട് ഈ സോസ് നന്നായിട്ട് ഈ ചിക്കനിൽ കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മസാല ദോശ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ദോശ റെഡിയായ ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നെയ്യൊന്നും ചേർക്കുന്നില്ല കേട്ടോ ദോശയിലേക്ക്. ഇനി അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ മസാലയോട് കൂടിയിട്ട് വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ വീണ്ടും ഞാൻ കുറച്ചുകൂടെ ഈ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള എന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. അത് അതിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ സവോളയും ദോശയും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. കോൺ രീതിയിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്നും വേണമെന്നില്ല, എന്നാലും ഒരു ഭംഗിയാണ് ഇങ്ങനെ കാണുമ്പോൾ. നല്ല ക്രിസ്പായിട്ടുള്ള ദോശയാണ്. അപ്പോൾ ക്രിസ്പായിട്ട് തന്നെ എടുക്കുക. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. എന്തായാലും ട്രൈ ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട്, ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കഴിക്കുന്നത്. സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ദോശയുടെ കൂടെ ഈ ഒരു ചിക്കൻ കഴിക്കുമ്പം ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവറും അതുപോലെ സവോള ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ഡ്രിങ്ക് ഇപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. അതിൽ പക്ഷേ നമ്മുടെ കസ്കസ് ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ സാഗോ സീഡും ഇട്ടിട്ടില്ല. അത് രണ്ടും ഇടാണ്ട് ഫ്രൂട്ട്സും പാലും കണ്ടൻസ്ഡ് മിൽക്കും മാത്രം കൂടി മിക്സ് ചെയ്തിട്ടുള്ള എൻ്റെ ഡ്രിങ്ക് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഗിഫ്റ്റ് വന്നത് കേട്ടോ. അപ്പം ശരിക്കും ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളത് നമ്മളിപ്പം അടുത്തൊരു കുർത്തീസ് അല്ലെങ്കിൽ ലോങ് ടോപ്സൊക്കെ കിട്ടുന്നൊരു ഷോപ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായിലുള്ള ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുട്ടീക്കിൻ്റെ അത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് അവർ കൊടുത്തയച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ ഒരു ഗിഫ്റ്റ് കണ്ടാൽ. കാരണം അന്ന് റീൻ വെറുതെ അവിടുന്ന് ഒരു ഡ്രസ്സ് ഇട്ടിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സാണ് റീനു വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുള്ളത് കേട്ടോ. അത് റീനിന് സെൻഡ് ചെയ്ത് തന്നതാണ്. എന്തായാലും റീനു ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം എനിക്കാണ് സാധാരണ ഇതുപോലെ ഗിഫ്റ്റൊക്കെ എല്ലാവരും കൊടുത്തയക്കുക. അപ്പോൾ അതുപോലെ റീനു കൊടുത്തയച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അവൾ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അന്ന് റീനു ആ ഒരു ബുട്ടിക്കിൽ നിന്ന് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ഇത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.